ഹായ് ഓൾ അസ്സലാമു അലൈക്കും. തൻഹാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് വിചാരിക്കും നിങ്ങൾ അച്ചാറല്ല, ഇതൊക്കെ മുളക് അരച്ചതില്ലേ മസാല മിക്സ്, അതിൻ്റെ 2-3 ഓർഡർ ഉണ്ടായി. അങ്ങനെ അത് എല്ലാം റെഡിയാക്കിയിട്ടതിന് ശേഷം പിന്നെ വേള പൊരിയപ്പം പിന്നെ നെയ്ക്കേക്ക് അങ്ങനത്തെ എന്തെല്ലാം ഓർഡർ ഉണ്ടായി. അപ്പോൾ അതെല്ലാം ഒന്ന് പാക്കാക്കുന്നുണ്ട്. ഓരോരുത്തർക്ക് ഇഷ്ടം ഈ അരച്ച നാടനില്ല മിക്സ്, അതാണ് ഓരോരുത്തർ പൊടി കൊണ്ടുപോകും. അപ്പോൾ ഓരോരുത്തർക്ക് അരച്ചിട്ട് ആ ഒരു നാടൻ പണ്ടത്തെ മുളക് മഞ്ഞത്തണ്ണിയില്ലേ അതാണ് ഇഷ്ടം. ഉമ്മ കൂട്ടുന്നില്ല, മാപ്പിള കൂട്ടുന്നില്ല, പരക്കാർ കൂട്ടുന്നില്ല എന്നിട്ട് അങ്ങനെ ഒരാൾ കൊണ്ടുവന്ന് ഓരോരുത്തർ പൊടി തന്നെ കൊണ്ടുപോകും. അപ്പോൾ ഈ അരച്ചതെല്ലാം ഇല്ലേ കുറേ സ്റ്റോറാക്കാന്നല്ലേ നമ്മൾ ഫ്രീസറിൽ വെക്കുന്നെങ്കിൽ ഒരു 10-15 ദിവസം എല്ലാം വെക്കാം. പൊടിയൊക്കെ പിന്നെ എത്ര ദിവസം വെക്കുന്ന പ്രശ്നമില്ലാതാ. അങ്ങനെ മസാല മുളക് അരച്ചതെല്ലാം ഉണ്ടായിന് 2-3 ഓർഡർ. അങ്ങനെ എല്ലാം റെഡിയാക്കിയിട്ട് അതിന് ശേഷം ഇല്ലേ നമുക്ക് മറ്റേ അപ്പങ്ങളെല്ലാം പാക്കാക്കാനുണ്ട്. അപ്പോൾ അപ്പങ്ങളെല്ലാം ചൂടാൻ കൂടിയിട്ടായിട്ട് ചേച്ചിൻ്റെ ക്ലീൻ ആക്കിയിട്ടായിട്ട് പോയിന്. അപ്പോൾ ഞാനിതെല്ലാം വൈകുന്നേരം എല്ലാം നിസ്കാരവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടായിട്ടില്ലേ ചോറെല്ലാം വേവിച്ചിട്ടായിട്ട് വൈകുന്നേരമാണ് പിന്നെ കിച്ചണിലോട്ട് വരുന്നത്. ഇത് പാക്കെല്ലാം ആക്കിയിട്ട് ഉറപ്പോൾ എടുക്കാൻ വരുന്നല്ലേ. അങ്ങനെ ഓർക്കുള്ളതെല്ലാം റെഡിയാക്കുന്നുണ്ട്. പിന്നെ ഓരോരുത്തർ പെരുക്കന്നെ വരും, ഓരോരുത്തർ നമ്മളെ ടൗണിൽ കൊടുക്കാൻ പറയും. അങ്ങനെ ഓരോരാൾ നയിക്കാപ്പിൽ ആടെ നമ്മളെ ജംഗ്ഷൻ ഉണ്ട് ആടെ കൊടുക്കാൻ പറയും. അങ്ങനെ ഓരോരുത്തർ ഓരോരോ ഇതാണ്. അപ്പോൾ അതെല്ലാം ആടെ ഇതായതിനു ശേഷം ഇല്ലേ ഞാൻ നിങ്ങൾക്ക് ഒരു റെസിപ്പി കൂടി കാണിച്ചു തരുന്നത്. ഞാൻ ഇൻസ്റ്റാൾ കുറേ സമയം വിട്ടിന്. ഇത് ഏകദേശം ഒരു വെള്ളിയാഴ്ച മോന് പള്ളിക്ക് പോകുമ്പോൾ റെഡിയാക്കി കൊടുത്ത റെസിപ്പിയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാം. അധികം എന്തെങ്കിലും വീഡിയോ എടുക്കാൻ വെക്കില്ല, എന്തെങ്കിലും ആയിട്ട് മറന്നിട്ട് പോകുന്ന, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യം വരുന്ന എന്തെങ്കിലും പടപടപടപടാല് തട്ടിക്കൂട്ടിയിട്ട് എന്തെങ്കിലും ആക്കുന്നല്ലോ. അപ്പോൾ എല്ലാം നമുക്കില്ലേ വീഡിയോ എടുക്കാൻ മറന്നിട്ട് പോകുന്നത്. എന്നിട്ട് വീഡിയോ എടുത്തിട്ട് ഒരു പകുതിയാകുമ്പോൾ അന്ന് വിചാരിക്കുന്നത് പക്ഷേ വീഡിയോ എടുത്തിറയിനു കാണിച്ചിറയിനു. അപ്പോൾ അതാ ഞാൻ നിങ്ങൾക്ക് ഇത് കൂടി കാണിച്ചിറയിലേക്ക് ഞാൻ ചെറുതായിട്ട് കട്ടാക്കിയ നീരുള്ളിയും അതിനേക്കാളും ചെറുതായിട്ട് കറ്റാക്കിയ മല്ലിച്ചപ്പ് ഇട്ടിട്ടില്ലേ മിക്സ് ആക്കിയതിലേക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് അതിന് ശേഷം ചില്ലി ഫ്ലെക്സ് ഇട്ട് കൊടുക്കുക. ഇതെല്ലാം നിങ്ങൾ എരിവിനനുസരിച്ച് കൂട്ടുക. ഉള്ളിയെല്ലാം എന്തായാലും കൂട്ടുക കുറയ്ക്കുക. അങ്ങനെ ഇന്ന ഇത്ര കണക്ക് അത്ര എന്നിട്ടില്ല. നമ്മൾ ഉണ്ടാക്കുന്ന സാധനത്തിനനുസരിച്ച് കുറേ ഉണ്ടാക്കുന്ന കുറേ ഉണ്ടാക്കുക, അല്ലെങ്കിൽ കുറച്ച് ഉണ്ടാക്കുക അങ്ങനെ. അപ്പോൾ അതിലേക്ക് ഞാൻ ചില്ലി ഫ്ലെക്സ് ഇട്ടതിന് ശേഷം ഇല്ലേ ഒരു 2-3 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇനി മുളക് പൊടി ഇട്ടിട്ട് അതിന് ശേഷം കുറച്ച് വിനാഗിരി ഇട്ട് കൂട്ടി കൊടുക്കുക, അല്ലെങ്കിൽ ചെറുപ്പുളി കൂട്ടുക, അല്ലെങ്കിൽ തൈര് കൂട്ടുക, എന്ത് വേണം കിടാം. അതിന് ശേഷം ഇല്ലേ ഞാൻ അതൊക്കെ ചൂടാക്കിയ ഓയിലില്ലേ ആ ഓയിൽ കൂട്ടിയിട്ട് ഫുള്ളൊന്ന് മിക്സ് ആക്കണം. ഈ ചൈനീസ് ഫുഡിൻ്റെ അല്ലേ ഓറയിലെല്ലാം സോസ് ഉണ്ടാകുന്നില്ലേ അവർ അധികം ഇല്ലേ ഓയിൽ ചൂടാക്കിയിട്ടായിട്ട് നീ ഇങ്ങനത്തെ ഒരു മിക്സിലേക്ക് കൂട്ടുന്നത്. മുളകല്ല യൂസ് ആക്കുന്നത്, കുരുമുളക് മറ്റേ വേറെ എന്തെല്ലാം സാധനമാണ് മറ്റേ നമ്മളെ സ്പ്രിങ് അണിയന് കുരുമുളകെല്ലാം ഇട്ടിട്ട് ആ ഒരു മിക്സാന്ന് പറഞ്ഞത് കോൺഫ്ലവറെല്ലാം ഇട്ടിട്ട്. അപ്പോൾ ഞാനിത് മുട്ട പീസാക്കിയിട്ട് അതിന് ശേഷം ഇല്ലേ ആ മിക്സിനെ ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിങ്ങനെ ചൂടോടെ കഴിക്കാനില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഈ പിന്നെ മുട്ടയെല്ലാം വേവിച്ച പാടില്ല, ചൂടോടെ തന്നെ കഴിക്കണേ. പിന്നെ ഇത് ചൂടാറാൻ വെച്ചെങ്കിൽ വേറെ തന്നെ ഒരു ബാഡ് സ്മെല്ലാണ്. അപ്പോൾ നമുക്ക് ആർക്കും അത് ഇഷ്ടമില്ല. ഇതുണ്ടാക്കണോ ചൂടോടെ കട്ടാക്കണോ ഇങ്ങനത്തെ മസാല എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇട്ടിട്ട് അത് അപ്പം തന്നെ കഴിക്കണം. ഇതല്ലെങ്കിലേ ഇനി നിങ്ങൾ എന്താക്കണം അറിയോ, ഈ ഇങ്ങനെ ഇതേ മെത്തേഡിൽ തന്നെ ആ സംഭവങ്ങളെല്ലാം ഫ്രൈ ആക്കുക എണ്ണയിൽ ഫ്രൈ ആക്കിയിട്ട് അതിന് ശേഷം ഈ മുട്ട വേവിച്ചതില്ലേ പീസാക്കിയിട്ട് അതിന് ഇടി വേണമെങ്കിൽ ഇടി ഇട്ട് കൊടുക്കുക, പീസാക്കിയിട്ട് അതിലേക്ക് ഇങ്ങനെ മസാല ആക്കാം. അപ്പം വേറെ തന്നെ ഒരു ടേസ്റ്റാന്ന് പറഞ്ഞാൽ. അങ്ങനെ അതിലേക്ക് നല്ല അടിപൊളി ഷെയ്ക്കും ആക്കിയിട്ടില്ലേ ഷമാമ് കട്ടാക്കിയിട്ട് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായി. ഷമാം ഷെയ്ക്കും മുട്ടയെല്ലാം കൂട്ടിയിട്ട് ഞാൻ അനിയത്തിമാരെല്ലാം നിൽക്കാൻ വന്നിട്ടുണ്ടായി ലീവിന്. കുറേ വീഡിയോ എടുത്തിട്ട് അപ്പോൾ അനിയത്തിൻ്റെ മുകളിൽ ചൂടെടുത്തിട്ട് കഴിയുന്നില്ലേ ഫാന് കയ്യിൽ പിടിച്ചിട്ട് തന്നെ ജ്യൂസ് കുടിക്കാനുണ്ട് ഞാൻ. അപ്പോൾ ഇത് നമ്മളെ തന്നെ കോക്കറീസിലുണ്ടായ കത്രിയാണ്. ഈ കത്രിയില്ലേ ഒരു മാഗ്നറ്റിക്കാണ് ഇതിൻ്റെ ബാക്കിലുള്ളത്. നമ്മൾ ഈ കത്രി അടി എല്ലാം വെച്ചിട്ട് തേടുന്നല്ലേ കിച്ചണിൽ കത്രി വെച്ചെങ്കിൽ. അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ നേരെ ഒട്ടിക്കാം, നമുക്ക് എന്ത് പ്രശ്നമില്ല. അപ്പോൾ നമുക്ക് ഏടുന്ന എന്ത് ആവശ്യം ഉണ്ടെങ്കിലും പെട്ടെന്ന് ആ ഫ്രിഡ്ജിൻ്റെ അടുത്തുണ്ട് എന്നിട്ട് പോയിട്ട് എടുത്തോണ്ടല്ലേ. ഇത് നമ്മൾ അടങ്ങ് വെച്ചിട്ട് മറന്ന് അങ്ങനെയല്ല എന്നതല്ലേ. അപ്പോൾ എൻ്റെ അടുത്തുള്ള കത്രി ഇതാണ്. അപ്പോൾ ഈ കത്രി 2-3 പോയിട്ടുണ്ട്, ഇനി ഏകദേശം ഒരു 3-4 ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ നോക്കാം. ഓക്കെ, ഈ കത്രിക്ക് 300 റേറ്റ്. ആർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി. അപ്പോൾ കൊറിയർ അല്ല, നമുക്ക് കുമ്പള ടൗണിൽ കാസർഗോഡ് ടൗണിൽ അങ്ങനെ എടുക്കലാണ് അധികം കുമ്പള ടൗണിൽ കൊടുക്കുന്നത് അങ്ങനെ. അപ്പോൾ ഈ കത്രിയാണ് ആ കത്രി. ഓക്കെ, നമുക്ക് എന്തോ അങ്ങനെ കത്തിയ എന്ത് സാധനം കിച്ചണിൽ തന്നെ വന്നിട്ടില്ല. എവിടെയെങ്കിലും ഒരു സാധനം വെച്ചെടുത്തില്ല അങ്ങനെ നമുക്ക് പ്രാന്ത് പിടിക്കുന്നില്ല. പുള്ളറോടെല്ലാം കൊണ്ടുപോയിട്ട് അവിടെ വെച്ചാൽ ഇവിടെ വെച്ചാൽ അപ്പുറത്തിട്ടാന്നിട്ട്. പക്ഷേ ഇതെല്ലാം ഇങ്ങനെ ഫ്രിഡ്ജിൻ്റെ കുറച്ച് കയ്യെത്താതെ
പുള്ളറ കയ്യെത്താതെ കുറച്ച് മുകളിലൊട്ടിച്ചെങ്കിലേ ആടെ തന്നെ ഉണ്ടാകും നമ്മൾ ആവശ്യത്തിന്. ഇപ്പോൾ അധികം കത്രി യൂസ് ആക്കുന്നല്ലേ മീൻ കട്ടാക്കാൻ എന്തിനായെങ്കിലും. അപ്പോൾ മീനെല്ലാം കട്ടാക്കാനല്ലേ നമുക്ക് കത്രി, അല്ലെങ്കിൽ പാലിൻ്റെ കട്ട മുറിക്കാൻ, അല്ലെങ്കിൽ ഓയിലിൻ്റെ കട്ട മുറിക്കാൻ, എന്തിനാ നമുക്കൊരു കത്രി ആവശ്യം തന്നെയല്ലേ കിച്ചണിൽ. എൻ്റെ ഒരു വലം കയ്യാന്ന് പറഞ്ഞാൽ കത്രിയെല്ലാം ഇല്ല അങ്ങ് കയ്യേ ഇല്ല എനിക്ക്. അങ്ങനെ അത് കിച്ചണിൽ തന്നെ ഉണ്ടെങ്കിൽ നല്ലൊരു യൂസാന്ന് പറയാം. അങ്ങനെ അപ്പോൾ അത് ആ കത്രീൻ്റെ സംഭവങ്ങളെല്ലാം കണ്ടില്ലേ. അപ്പോൾ നമ്മൾ ഈ തന്നാസ് കോക്കറീസിൽ കുറേ ഐറ്റംസ് ഉണ്ട്. പെരുന്നാളപ്പങ്ങൾ, ജഗ്ഗെല്ലാം കുറേ ആൾ ഓർഡർ ആക്കിയ ആളുണ്ട്. അപ്പോൾ ഞാൻ ജഗ്ഗെല്ലാം കുറച്ചാൾക്ക് കൊടുത്തിട്ടുണ്ട്, ഇനി കുറേ ആൾക്ക് കൊടുക്കാനുണ്ട്. എല്ലാവർക്കും ഞാൻ ഓർഡർ ആക്കിയവർക്കെല്ലാം തരാവേ ഇൻഷാ അല്ലാ. പെരുന്നാൾക്ക് മുമ്പ് എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്തായിന്ന്. പെരുന്നാൾക്ക് മുമ്പ് തന്നെ തരാം നിങ്ങൾക്കെല്ലാം. ഓക്കെ, അങ്ങനെ ആ സംഭവമാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇതിൻ്റെ തുടങ്ങുമ്പോൾ വിചാരിച്ചുകൊണ്ട് എന്താ പറയുക, ഡെയിലി ഓരോരോ വീഡിയോസ് എടുക്കണമെന്ന്. പക്ഷേ പറ്റുന്നില്ല, തീരെ പറ്റുന്നില്ല. അപ്പോൾ അതെല്ലാം കത്രി വിശേഷങ്ങളെല്ലാം കണ്ടില്ല. അപ്പോൾ ഇതെന്താ പറയുക, പൈനാപ്പിൾ സൂഫ്ലൻ്റെ ഓർഡർ ഉണ്ടായി നമുക്ക്. അതിന് വേണ്ടിയിട്ട് മിൽക്ക് മെയ്ഡ്, പാല്, ഫിയോന ക്രീം എല്ലാം എടുത്തിട്ടുണ്ട്. ബദാം, കാഷ്യൂ, പിന്നെന്താ ഇതാ പൈനാപ്പിൾ ജെല്ലി എല്ലാം ആക്കിയിട്ട് സെറ്റാക്കിയിട്ട് വെച്ചിന് ചൈന ഗ്രാസിൽ. പിന്നെ കുറച്ച് എൻ്റെ വക ഞാൻ കസ്കസ് വെള്ളത്തിൽ ഇതാക്കിയിട്ട് അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇതിൻ്റെ എല്ലാം ഒരു പൊണ്ടത്തിൻ്റെ എല്ലാം സൂഫ്ലേ, പൈനാപ്പിൾ സൂഫ്ലേ ഇടയിൽ ഒരു കടി കെട്ടുമ്പോൾ ഇല്ല ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ്. പിന്നെ പൈനാപ്പിളിനാട്ടി ടേസ്റ്റ് ഇല്ല, പൊണ്ടത്തിൻ്റെ തന്നെയാണ് സൂഫ്ലേ നല്ല നമ്പർ 1 ആകുന്നത്. പിന്നെ ചിക്കുവിൻ്റെ സൂഫ്ലേ ആക്കുന്നുണ്ട്, എല്ലാത്തിൻ്റെയും സൂഫ്ലേ ആക്കുന്നുണ്ട്. മാംഗോ സൂഫ്ലേ, ചിക്കു, പൊണ്ടം, പൈനാപ്പിൾ അങ്ങനെയല്ലോ. അങ്ങനെ അപ്പോൾ നമുക്കിന്ന് ചെറിയൊരു 10-15 ഓർഡർ പോലെ ഉണ്ടായിരുന്നത്. അങ്ങനെ അതിനും വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ സൂഫ്ലേ എല്ലാം സെറ്റാക്കിയിട്ട് നല്ല വാങ്ങൽ തണുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് എല്ലാം റെഡിയാക്കിയിട്ട് ഫ്രിഡ്ജിൽ മാറ്റുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് ചിക്കൻ ബിരിയാണി, ചിക്കൻ ഫ്രൈ, കച്ചമ്പർ, പായസം അതെല്ലാം ഉണ്ടാക്കാനുണ്ട്. ഇതിൻ്റെ ഇടയിൽ കുറേ ആൾ കമൻറ്റ് വാട്സപ്പിലായിട്ടും കമൻറ്റിലായിട്ടും പറയുന്നുണ്ട് വീഡിയോ കാണാതെ കിരക്കരാന്ന് എപ്പോഴും നോക്കലുണ്ട്. വീഡിയോ ഇട്ടിനാന്ന് എന്താ ഇടാതെ ഇടണോ, ഒരു 10 മിനിറ്റിൻ്റെ വീഡിയോ ഇടണം. എന്നിട്ട് നിങ്ങൾ ചെല്ലുമ്പോൾ തന്നെ എപ്പോഴും ഞാൻ വീഡിയോ എടുത്തിട്ടെല്ലാം ബുക്ക് ഇടാൻ വേണ്ടിയിട്ട് ഇടാനൊരു എന്തെന്ന് അറിയുന്നില്ല, ഒരു മടിയാ എന്താ ഒരു എന്താ എല്ലാ ഐറ്റാമൊക്കെയില്ല. നമുക്ക് തന്നെ ഒരു മടുപ്പാന്ന് പോയി നമ്മളേക്ക് ഇന്നിടാം നാളെ ഇടാം പിന്നെ ഇടാം വയ്യിടാലിട്ട് അതിങ്ങനെ പെൻഡിങ്ങിൽ വെച്ചിട്ട് അങ്ങ് നീണ്ടോണ്ട് പോകുന്നതാന്ന് പറഞ്ഞാൽ. അങ്ങനെതാ കഥകളൊക്കെ നിൽക്കട്ടെ. അതിൻ്റെ ഇടയിൽ ഞാനൊരു റെസിപ്പിയും കാണിക്കാം, കഥകളും പറയാം. അപ്പോൾ നിങ്ങളെ കഥയും കമൻ്റായിട്ട് പറയണോ. അപ്പോൾ നിങ്ങളെ കമൻ്റെല്ലാം കാണുമ്പോൾ നമുക്ക് ഒരു സുഖമല്ലേ നോക്കാനും വായിക്കാനല്ല. അപ്പോൾ അതാ നമ്മളെ സെല്ലാ റൈസിലാണ് ഞാൻ ബിരിയാണീൻ്റെ ചോറ് വെക്കൽ. അത് അവിടെ തിളക്കുന്നുണ്ട്. നമുക്കിവിടെ മസാല റെഡിയാകുന്നുണ്ട്. ഉള്ളി, തക്കാളി സംഭവങ്ങളെല്ലാം ഇട്ടിട്ട് അതിന് ശേഷം ലാസ്റ്റ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, നമ്മളെ മസാലകളെല്ലാം ഇട്ടിട്ട് അതിന് ശേഷം തൈരെല്ലാം കൂട്ടിയിട്ട് പുതിനയും മല്ലിച്ചപ്പെല്ലാം ഇട്ടിട്ട് അവിടെ സെറ്റായി. അതിന് ശേഷം അതിലേക്ക് നമുക്ക് ദമ്മിടേണ്ട പ്രോസസ്സ് അതല്ലേ നല്ല ബിരിയാണിക്ക് മെയിനുള്ളത് ഈ ദമ്മല്ലേ. അപ്പോൾ അതിൽക്കതാ ഞാൻ എല്ലാം സെറ്റാക്കി കാഷ്യൂ, മുന്തിരി, മല്ലി, പുതിന, പിന്നെ യെല്ലോ കളറ്, പിന്നെന്താ എല്ലാം ഇട്ടിട്ട് സെറ്റാക്കിയിട്ട് ദമ്മിടാൻ വെച്ചിന്. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ഒന്ന് പൊരിച്ചെടുക്കണ്ടേ. അപ്പോൾ ചിക്കൻ ഫ്രൈ പൊരിക്കുന്നതിൻ്റെ ചൂടോടെ തന്നെ നമുക്ക് നല്ല ഹൈ ഫ്ലെയിമിലിട്ട് പൊരിച്ചെടുക്കാം. ഞാൻ ചിക്കൻ റെഡിയാക്കുമ്പോൾ ഇല്ലേ എപ്പോഴും ആവിയിൽ വേവിക്കും, എന്നിട്ട് അതിന് ശേഷം അന്ന് പൊരിച്ചെടുക്കൽ. കുറേ ആൾക്കുള്ള ഡൗട്ടാണ് എങ്ങനെ ഓർഡർ എടുക്കാൻ തുടങ്ങിയത്, എങ്ങനെയെന്ന് ചൊല്ലിത്തരോ. ഞങ്ങൾക്ക് തുടങ്ങണമെന്നുണ്ട്. നിങ്ങളെ വീഡിയോ കാണുമ്പോൾ ഭയങ്കര ഇൻസ്പിറേഷനാണത്. എങ്ങനെ നിങ്ങൾ സ്റ്റാർട്ടായാൻ തുടങ്ങിയത് ഞാൻ കുറേ വീഡിയോയിൽ അത് പറഞ്ഞിട്ടുമുണ്ട്. എൻ്റെ വീഡിയോസ് ഡെയിലി കണ്ടവർക്ക് മുമ്പ് നോക്കിയവർക്കെല്ലാം അറിയാം. ഒരു ദിവസത്തിൽ 2 ദിവസത്തിലൊന്നും ആകുന്നില്ല, കുറേ കഷ്ടപ്പെട്ടിട്ടാണ് ഇടയ്ക്ക് എത്തിയത്. അതിൻ്റെ ഇടയിൽ തന്നെ ഉള്ളൊരു സ്പെഷ്യലാക്കിയിട്ട് പാൻ കേക്ക് ആക്കിയിട്ട് തുടങ്ങി ചോക്ലേറ്റ് എല്ലാം ഇട്ടിച്ച് അങ്ങനെ. അപ്പോൾ കുറേ വീഡിയോയിൽ ഞാൻ പറഞ്ഞിന്, എന്നാൽ അറിയാത്തവരായിരിക്കും പിന്നെയും ചോദിക്കുന്നു. പുതിയ സബ്സ്ക്രൈബ് ചെയ്തവരും പുതിയ ആൾക്കാരും ആർക്കായും കാണുമ്പോൾ ഒരു ആസാവല്ല. എന്തായാലും ഇപ്പോഴത്തെ ജനറേഷനിൽ എന്തായാലും നമുക്ക് പറയാനുള്ള പെണ്ണുങ്ങൾക്ക് ഒരു പണി എന്തായാലും വേണം. അത് ആണുങ്ങൾ തേരായിട്ടോ ആണുങ്ങൾ നോക്കായിട്ടോ ആണുങ്ങൾ കൂട്ടാക്കായിട്ടോ ആണുങ്ങൾക്ക് ഇഷ്ടമില്ലായിട്ടോ അങ്ങനെയൊന്നുമല്ല. ഇഷ്ടമുള്ള നമ്മളെ പൊന്നു പോലെ നോക്കുന്നില്ല നമ്മളെ മാപ്പിളമാർ, അതിന് വേറെ ഇതൊന്നുമില്ലല്ലോ. പക്ഷെ എന്നാലും നമുക്കൊരു പണി ഉണ്ടെങ്കിൽ അത് വേറെ തന്നെ ഒരു സമാധാനം തന്നെയാന്ന് പറഞ്ഞാൽ. കഥകളെല്ലാം ഇങ്ങനെ മുന്നോട്ട് പറയുന്നതിൻ്റെ ഇടയിലില്ലേ എൻ്റെ ഏട്ടത്തിൻ്റെ ആണ്ടുണ്ടായി മൊയിലോത്. അങ്ങനെ ഞാൻ പോയിട്ടുണ്ടായി. ഏട്ടത്തിൻ്റെ പോയെങ്കിലേ മാഷാ എന്തോ ഒരു പൊലിസ് അറിഞ്ഞ അടുത്ത ഫാമിലിയെല്ലാം ഒരു വേറെ തന്നെ ഒരു വൈഭവൻസന്മാർ. ഇത് ഉള്ള ബാബിമാർ, പിന്നെ ഇച്ചാൻ്റെ മക്കൾ, മരിയക്കൾ എല്ലാവരും മാഷാ എന്തോ ഒരു അങ്ങനെ ഇതെല്ലാം ബാബിമാരാണ്. ബൽക്കിൻ്റെ ഏട്ടത്തിൻ്റെ വലിയ ആളുണ്ട്, 2ാമത്തെ ആളുണ്ട്, 3ാമത്തെ ആളുണ്ട്, 4ാമത്തെ കുറേ ആളുണ്ട്. അവർ മാഷാ വലിയൊരു ഫാമിലി. അങ്ങനെ മൊയിലത്തിലെല്ലാം കഴിഞ്ഞിട്ട് അതിന് ശേഷമല്ലേ
നല്ല ചൂട് ചായയും കൂടി നടക്കുന്നുണ്ട്. പിന്നെ വലിയൊരു ചക്ക ഉണ്ടായിന് ഓരെല്ലാവരും കൂടിയിട്ട് മുറിച്ചിട്ടില്ലേ മാഷാ അല്ലാ. ഒരു വേറെ തന്നെ ഒരു മജയാണ്. ആളെല്ലാം ഒന്നിച്ചിട്ട് ഇങ്ങനെ കൂടുമ്പോൾ ഒരു വിഷയമാക്കുമ്പോൾ ഒരു ചിരിയും ഒരു കളിയും അതെല്ലാം ഒരു മജ വേറെ തന്നെയല്ലോ. അതുമല്ല അവർക്കെല്ലാം എൻ്റെ വീഡിയോ ഭയങ്കര ഇഷ്ടം മാഷാ അല്ലാ. വീഡിയോ എടുക്കുന്നതെല്ലാം വല്ല എല്ലാവരും നല്ല മജയിലുണ്ടറിഞ്ഞ. അങ്ങനെ പണ്ടെല്ലാം ഞങ്ങളെല്ലാം ചെറുതുണ്ടാകുമ്പോൾ എല്ലാം നിൽക്കാനെല്ലാം പോയെങ്കിൽ ഇച്ചാൻ്റെ മക്കൾ നമ്മൾ എല്ലാവരും ഒന്നിച്ചാന്ന് പോലും വെല്ലും കളിക്കലും എവിടെ പോകുന്നെങ്കിലല്ലോ അതെല്ലാം പതിയെടുക്കെത്തിയിട്ടാകുമ്പില്ല ഒരു സ്റ്റോറി അടുത്ത വേറെ തന്നെ. അടുത്ത പിള്ളേരായെങ്കും വലിയ ആളായെങ്കും ആരെങ്കിലും ഒരു നമുക്കൊരു വേറെ പോലെ ആണെന്നില്ല ഒരു നമ്മളെ നല്ല മഷാല പെരക്കാരെ പോലെ തന്നെ. അതിപ്പോൾ തരത്തല്ല പണ്ടേ അങ്ങനെ അറിയാം. അളിയാവും അങ്ങനെ തന്നെ മഷാല അതുപോലത്തെ ആണെല്ലാം ബത്തിയുടെ ഒരു ഫാമിലി ഒരു വേറെ തന്നെ മഷാല. ഇങ്ങനെ ഇരിക്കട്ടെ എപ്പോഴല്ലേ അതില്ലേ നോക്കിയാൽ എല്ലാവരും ഒന്നിച്ചിരുന്ന് കഴിച്ച് കുടിച്ച് എല്ലാം ക്ലീനാക്കി അപ്പനെ കൊണ്ടുപോയിട്ട് അങ്ങോട്ട് ചാടാൻ കൊണ്ടുവന്നുണ്ട്. അപ്പം ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് വരുമ്പോണ്ടത് ഇതിനെ മാത്രം എടുക്കട്ടെ ഈ വേസ്റ്റ് ചാടം തന്നെ എടുക്കണ്ട ഞാൻ നല്ല ചോദിച്ചുണ്ട്. ഞാൻ വീഡിയോ അല്ലേ എല്ലാം ഇരിക്കട്ടെ ഒരു ബൈക്ക് പോകുന്നതല്ലേ. പണ്ടെല്ലാം ഞമ്മ നിൽക്കാൻ പോലെ തന്നെ ചെറുപ്പത്തിലുണ്ടാകുമ്പോൾ കട അടിച്ചാൻ്റെ മക്കള് ഞമ്മറെല്ലാം ഒരേപോലെ ഉണ്ടാകുന്നത്. അപ്പം ഇങ്ങനെ വിഷയം പറഞ്ഞിട്ടില്ലേ രാത്രി നേരം വെളുക്കോളം ഉറങ്ങലില്ല പാതിരാവോള കഥ പറയല്ലാന്ന് പറഞ്ഞാൽ. അപ്പോൾ അപ്പോൾ ഓരെല്ലാവരും ഒന്നിച്ചിട്ടുണ്ടായിന് ഏട്ടത്തിൻ്റെ ഇച്ചാമാറും ഓരെല്ലാം മക്കളും ഓരോരെല്ലാം. അപ്പോൾ ഞാൻ തറവാട് പോലെ നല്ല വേണ്ടതിന്. ഇപ്പം ഇങ്ങനെ ഒരു എന്തെല്ലാം പരിപാടിയെല്ലാം കഴിയുമ്പോഴെല്ലാം ഒന്നിച്ചിട്ട് കൂടിയെങ്കിലല്ലേ നല്ല രാത്രിയോളം നല്ല ചിരിച്ച് കളിച്ചിട്ടൊരു വേറെ തന്നെ മജ മാഷാ അല്ലാ. ഇതെല്ലാവരും ഫാമിലിയാണ് ഇച്ചാൻ്റെ പുള്ളി മക്കള് മരുമക്കള് അതിൻ്റെ കുഞ്ഞുമക്കൾ എല്ലാവരും ഉണ്ട്. ഇതെല്ലാം നമ്മളെ തന്നാസ് കിച്ചൻ്റെ ഫോളോവറാന്ന് പറഞ്ഞാൽ. അങ്ങനെ നമ്മളെ വീഡിയോയിലിടോ എന്നെല്ലാം ചോദിക്കുന്നുണ്ട്. ഞാൻ എല്ലാവരും വരും വീഡിയോയിൽ ആരും പഠിക്കണ്ടെന്ന്. നമുക്ക് വലിയ ഏട്ടത്തി ആയെങ്കിൽ അങ്ങനെ ഒരു ഏട്ടത്തി പോലെ നമ്മളൊരു ഉമ്മ പോലെയാണ്. നമുക്കെല്ലാവരും പറഞ്ഞു തരുന്നതും എല്ലാവരും നേരാക്കുന്നതും എല്ലാവരും ശരിയാക്കിയിട്ട് നമുക്കെല്ലാം മനസ്സിലാക്കി തരും. എന്ത് തെറ്റുണ്ടെങ്കിൽ അതിനിങ്ങനെ ചൂണ്ടിക്കാണിച്ച് തരുന്നതും അങ്ങനെ തന്നെ അളിയാവും. അങ്ങനെ തന്നെ ഏട്ടത്തി മാഷാ അല്ലാ. നമുക്ക് എന്ത് ടെൻഷനോ ബേജാറോ സംഭവം എന്തുണ്ടെങ്കിലും ഓളോട് പറഞ്ഞെങ്കിലേ പകുതിയിലധികം നമുക്കൊരു സമാധാനം കിട്ടുന്നു. ഓളെ നല്ലൊരു മോട്ടിവേഷൻ ഒരു ക്ലാസ് എടുത്തിട്ടാകുമ്പില്ലേ വേറെ തന്നെ ഒരു വൈബ് മാഷാ അല്ലാ. അപ്പോഴേക്ക് നമ്മൾ ഇരിക്കുന്ന അങ്ങനല്ല ഇങ്ങനല്ല അങ്ങനെ എന്നിട്ട് നമുക്ക് അപ്പോഴാണ് നമ്മളെ മെയിൻറ്റിലേക്ക് കയറുന്നത്. അപ്പോൾ നമുക്ക് ഈ ഉമ്മയില്ല ഞങ്ങളുടെ ഉമ്മക്ക് ഇപ്പോൾ സുഖമില്ല അത് ഉമ്മ അതാക്കാൻ എന്ത് കഴിയുന്നില്ലല്ലോ ഉപ്പ മരിച്ചിന്. അപ്പോൾ അതിൻ്റെ എല്ലാം ബേജാറ് ഞങ്ങൾക്കറിയാതെ ഞങ്ങളെ മാഷാ അല്ലാ നല്ല ഇതാക്കിയില്ലേ ആളിയാവും. ഏട്ടത്തിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ലൊരു എല്ലാവരും പറഞ്ഞ് മനസ്സിലാക്കി തരാനുള്ളൊരു ഇതുണ്ട് മാഷാ അല്ലാ. അത് കേൾക്കുമ്പോൾ നമുക്കൊരു പകുതി നമുക്കൊരു മനസ്സിലേക്കൊരു സമാധാനമാണ്. അങ്ങനെ അപ്പം കുറേ പോന്ത് ചീറ്റ് വെക്കുന്നില്ല അവളെ അത്ര മതിയല്ലേ. അങ്ങനെ ചായ ഉണ്ടാക്കുന്നത് തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. ഇച്ചാൻ്റെ മോള് ചായ ഉണ്ടാക്കുന്നത്, പിന്നെ ഒരു മോളവിടെ എല്ലാം വൃത്തിയാക്കുന്നത്, പിന്നെ ഒരാളെല്ലാം സെറ്റാക്കിയിട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ ക്ലീൻ ആക്കുന്നുണ്ട്, പകുതി ആൾ വിഷയം പറയുന്നുണ്ട്, പകുതി ആൾ കഥ പറഞ്ഞുകൊണ്ടിട്ട് അങ്ങനത്തെ എന്തെല്ലോ ഇത് നടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ പരിപാടി കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒരു കണക്കൂട്ടലും സെറ്റപ്പും കാര്യങ്ങളല്ലേ അതെല്ലാം അവിടെ നടക്കുന്നുണ്ട്. ഇതൊന്ന് ഒളിച്ചാവും ഒന്നിച്ചാലും വേട്ടത്തി കണക്ക് എല്ലാം ക്ലിയർ ആക്കിയിട്ട് ഒന്ന് സെറ്റാക്കാം. പരിപാടിയെല്ലാം കഴിഞ്ഞെല്ലാം ഒന്ന് ഒതുക്കിയിട്ട് വെക്കാനൊന്നും സെറ്റാക്കാനല്ലേ അതിൻ്റെ എല്ലാ കണക്കും കയ്യിലെല്ലാം ഉണ്ട്, തിരക്കിലുണ്ട്. നമ്മെല്ലാം അറിയാതൊരു വീഡിയോ എടുത്തറിഞ്ഞാൽ ഒരു പന കണ്ടം കൊല്ലു. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഏകദേശം ഒരു 4-5 മണി ആ ഒരു ടൈമാകുമ്പോൾ വന്നിന്. നമ്മൾ പോകുന്നതില്ല വേഗം പേരാൻ കുറേ ടൈമൊന്നും നിൽക്കുന്നില്ല വേഗം പേര് നിന്നിട്ട് പോകുന്നത് പ്ലാൻ ആക്കിയിട്ട്. പക്ഷെ പോയിട്ട് അവിടെ എത്തിയിട്ടാകുമ്പോൾ ഓരോരോ ബിസിയാക്കിയിട്ടില്ല പിന്നെ നമുക്ക് പേരാനേ മനസ്സിരുന്നില്ല അറിഞ്ഞാൽ അങ്ങനെയാണ് പോകുന്നത്. അങ്ങനെ ഏകദേശം ഒരു 5:30-6 മണി ആ ഒരു ടൈമോളുണ്ടായിരുന്നു നമ്മൾ പോയിട്ട്. അപ്പോൾ നമ്മൾ ഒന്നിച്ചിട്ട് കൂടിയിട്ടാകുമ്പോൾ നീ ഫസ്റ്റ് പോയിട്ട് ഞാൻ പോകാം, നീ ഫസ്റ്റ് പോയിട്ട് ഞാൻ പോകാൻ ഇങ്ങനെ വലിയ 2ാമത്തോളം 3ാമത്തോളം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കും. എന്നിട്ട് ഞാൻ ഏകദേശം ഒരു 6 മണിയാകുമ്പോൾ വന്നിന്. അപ്പോൾ ഇതാണ് ഏട്ടത്തിൻ്റെ മോള് ബ്യൂട്ടീഷ്യനാണ്. അപ്പോൾ ഇൻസ്റ്റാ പേജെല്ലാം ഉണ്ട്, എല്ലാവരും ഒന്ന് ചെക്കാക്കി നോക്കാവേ. ബ്രൈഡ്സ് ഓഫ് ലെനാലിറ്റ് എപ്പോഴും ബിസി മാഷാ അല്ലാ, ബിസി ഉള്ള ആളാണ്. ഇങ്ങനെ കാണല പൂർവ്വനെ കാണലില്ല. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ
പെരുക്ക് വരുന്നുണ്ട്. അപ്പോൾ വരുമ്പോൾ നമ്മൾ നായിക്കാപ്പിൽ നിന്ന് ഷോപ്പിൽ നിന്ന് കുറച്ച് പാല് സംഭവങ്ങൾ പിന്നെ പിള്ളേർക്ക് എന്തെങ്കിലും ചോക്ലേറ്റ് അങ്ങനെ ഇങ്ങനെ എല്ലാം മേങ്ങിയിട്ട് അതിന് ശേഷം ഇല്ലേ പിന്നെ നമ്മൾ വരുന്നതാണ്. പിന്നെ നമ്മ നാളേക്ക് കുറച്ച് ഓർഡറെല്ലാം ഉണ്ട്. അപ്പോൾ ചേച്ചീനെല്ലാം വരാൻ പറഞ്ഞിന്. ചേച്ചി വന്നിട്ട് ഡെയിലി എല്ലാം നമുക്കെല്ലാം ഒപ്പിച്ച് തന്നിട്ടെല്ലാം പോവും, എല്ലാം സെറ്റാക്കി തന്നിട്ട്. അപ്പോൾ അതിന് നാളേക്കുള്ള സാധനങ്ങളെല്ലാം മേങ്ങിന്. പിന്നെ ഒരു ബീഫ് കറി ഉണ്ടായിന് ഗൾഫിലേക്ക് കൊടുക്കാൻ, അതിനുള്ള സെറ്റപ്പ് എല്ലാം റെഡിയാക്കുന്നുണ്ട്. അതിലേക്ക് ഞാനിപ്പോൾ പിന്നെ ഡേറ്റ്സ് മസാല ഫ്രൈൻ്റെ ഓർഡർ ഉണ്ടായി, അത് ഒരു ഭാഗത്ത് റെഡിയാകുന്നുണ്ട്. അപ്പോൾ ബീഫിലേക്ക് ഞാൻ എല്ലാം ഒന്നിച്ചിട്ടില്ലേ മസാല റെഡിയാക്കുന്നുണ്ട്. അങ്ങനെ ചേച്ചി എല്ലാം ക്ലീൻ ആക്കിയിട്ട് വന്നിട്ട് ചായ കുടിക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു 11-12 മണി ആ ഒരു ടൈം ആയിട്ടുണ്ട്. ചേച്ചി വീഡിയോ കാണുമ്പോൾ ചിരിക്കുന്നത് എന്ത് ഇതെന്നിട്ട്. അങ്ങനെ ചേച്ചി ഒറ്റയ്ക്ക് കുടിക്കുമ്പോൾ ബേജാറുണ്ടല്ലോ. അങ്ങനെ ഒന്നിച്ചൊരു കമ്പനിക്ക് ഞാനും ഇരുന്ന് അങ്ങനെ ഞങ്ങൾ രണ്ടാൾ കഥ പറഞ്ഞിട്ട് ചായ കുടിച്ചിട്ട് അതിന് ശേഷം കുറച്ച് പണിയെല്ലാം ഇനി ബാക്കിയുണ്ട്. അതെല്ലാം ഒന്ന് തീർത്തിട്ടായിട്ടില്ലേ ചേച്ചി പോകുന്നതിന് പിന്നെ എല്ലാം ഒന്ന് തീർക്കണമെന്നെങ്കിൽ എല്ലാം നീറ്റാക്കിയിട്ട് പോകും. പിന്നെ നമ്മൾ പോയിട്ട് 7 മണി എടുത്തെങ്കിൽ പിന്നെ കച്ചറാന്ന് പൈലോട്ട് അതെല്ലാം ഒന്ന് റെഡി ആയതിനു ശേഷം നമുക്ക് ഉച്ചക്കൊക്കെയുള്ള ഫുഡ് റെഡിയാണ്ട് അതിന് നല്ല കൂന്തൽ മുളകിട്ടത് വെച്ചിട്ടുണ്ട്. കൂന്തൽ കുറേ ആയി മേങ്ങാതെ നോമ്പിന് മുമ്പ് അങ്ങനെ എന്തോ മേങ്ങിയ. അപ്പോൾ ഇതിൽ വെക്കാനെല്ലാം വന്നിട്ടുണ്ടായി. അപ്പോൾ എല്ലാം നല്ല മുളകിട്ട കൂന്തൽ കറിയും പിന്നെ നാടൻ ചോറും പിന്നെ എന്തിപ്പോൾ ഉണ്ടാക്കിയ തൈര് മാങ്ങ അങ്ങനെല്ലാം ആക്കി. പിന്നെ ഓരോരിക്കും നമുക്ക് ഇങ്ങനത്തെ ഓരോരോ ഓർമ്മല്ല. ഒരിക്കൽ ഇങ്ങനെ നാടൻ നല്ല ചോറും വെറും ചോറും മീൻ ഫ്രൈയും ഓംപ്ലേറ്റ് അങ്ങനെ എല്ലാം കഴിക്കാൻ തോന്നും. ഓരോരിക്കും നല്ല വെജ് മീൽസ് ആയിട്ട് അങ്ങനെ കഴിക്കാൻ തോന്നും. അല്ലെങ്കിൽ ഓരോരിക്കും ബിരിയാണി നല്ല ചിക്കൻ ഫ്രൈ അങ്ങനെ അല്ലെങ്കിൽ നെയ്ച്ചോറ് അങ്ങനെ ഓരോരോ നമ്മൾ മെയിനിലേക്ക് കയറുന്നല്ലേ. അപ്പോൾ ഇന്ന് നല്ല അരച്ചിട്ട് വെച്ച നാടനിൽ വെച്ച കറിയും ചോറുമാണ് ഇന്ന് ഉണ്ടാക്കിയത്. അങ്ങനെ ഞാൻ മാങ്ങെല്ലാം കട്ടാക്കിയിട്ട് വെച്ചിനിപ്പോൾ മാപ്പിളയില്ല ഫിസിയോ ചെയ്യാൻ പോയിട്ടുണ്ട്. കാസർഗോഡ് വിൻടച്ചിലാണ് ചെയ്യാൻ പോകുന്നത്. അല്ലെങ്കിൽ ഇവിടെ പെരുക്കന്നെ വിൻടച്ചിലത്തെ ഒരാൾ വന്നുകൊണ്ടായി. അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കാസർഗോഡ് വിൻടച്ചിൽ പോയിട്ട് തന്നെ ചെയ്യുന്നത്. ഓർഡർ ഇല്ലെങ്കിൽ ഞാനും ഒന്നിച്ചിട്ട് പോകില്ലെങ്കിൽ ഉറന്നെ പോകും മോനൂറെല്ലാം. അങ്ങനെ ഇപ്പോൾ വരാക്കി വരുന്നേണ്ടിട്ടാകുമ്പോൾ ഞാൻ എന്താക്കി ചോറെല്ലാം റെഡിയാക്കുന്നുണ്ട്. വന്നിട്ടാകുമ്പോൾ ടേബിളിൽ ചോറും കറിയെല്ലാം കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ അല്ലേ. സന്തോഷം കിട്ടുന്ന ഒരു അവസരം ഇത് പാഴാക്കണ്ട. അങ്ങനെ നല്ല മഞ്ഞ മാങ്ങെല്ലാം കെട്ടാക്കി മാങ്ങ മധുരം വരുന്നത്ര നല്ല മാങ്ങാൻ്റെ നാളാകുമ്പോൾ ആ മാങ്ങ കറി മാങ്ങ ഇല്ലാങ്കിൽ ഒരു സമാധാനം ഇല്ല. മാങ്ങാൻ്റെ നാളാകുമ്പോൾ പണ്ടേ നമ്മൾ ഉപ്പുണ്ടാകുമ്പോഴേ ഉപ്പൊക്കെ ഭയങ്കര ഇഷ്ടം. മാങ്ങാൻ്റെ സ്റ്റാർട്ടിങ് തുടങ്ങുമ്പോൾ മാങ്ങാൻ്റെ സീസൺ തുടങ്ങും ഉപ്പം മാങ്ങ കൊണ്ടുവരാൻ ഉച്ചക്ക് ചോറിന് അത് തീരോളം കൊണ്ടുവരും. അതേപോലെ നമുക്ക് മാങ്ങ ഇല്ലാന്ന് കയ്യില്ല മാങ്ങാൻ്റെ നാളായിട്ടാകുമ്പോൾ. അങ്ങനെ നമ്മൾ ചോറ് കഴിക്കാൻ തുടങ്ങുമ്പോൾ ഇല്ലേ ബാബി നല്ല മത്തിച്ചാറ് മീൻ ഫ്രൈ വെജ് കറി എല്ലാം കൊണ്ടുവന്നപ്പോൾ ഈ നമ്മളെ കറിയും ബാബീൻ്റെ കറിയും എല്ലാം കൂട്ടിയിട്ട് മസാല നല്ല അടിപൊളിയില്ല നല്ല ചൂട് ചൊറിച്ചിടാന്ന് പറഞ്ഞാൽ അങ്ങനെ. അപ്പോൾ അങ്ങനെ നമ്മളെ കഥകളെല്ലാം അപ്പോൾ കുറേ വിശേഷങ്ങളുണ്ട് നിങ്ങളോട് പറയാൻ. ഈ ഒരു വീഡിയോയിലൊന്നും തീർന്നേയില്ല എന്ന് പറഞ്ഞെങ്കിൽ കുറേ വിഷയം പറഞ്ഞതായിരിക്കുന്നു പിന്നെയോ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്ര തന്നെയുള്ള. അപ്പോൾ ഇനിയും ഒരുപാട് വിശേഷങ്ങളായിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ വരാം. അപ്പോൾ എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ നിങ്ങളെ കമൻറ്റും ലൈക്കും മസ്റ്റാണ്. കമൻറ്റ് ഇടണോ, ലൈക്ക് മാത്രമല്ല നല്ല വാങ്ങല കമൻറ്റ് ഇടണം. അപ്പോൾ എല്ലാ കമൻറ്റും ഞാൻ റിപ്ലൈ ആക്കാം. നമ്മളെ വീഡിയോ ഒക്കെ അടിയിലില്ലേ കുറേ കമൻറ്റെല്ലാം കാണുമ്പോൾ ഒരു പുൽസല്ല നമുക്ക് കമൻറ്റ് ലൈക്കെല്ലാം കാണുമ്പോൾ. അപ്പോൾ നിങ്ങൾ ലൈക്കും കമൻറ്റ് എന്തായാലും ഇടണോ. വീഡിയോ വോയിസ് കൊടുക്കുന്നതിൻ്റെ ഇടയിലില്ല അത് എടുത്തോളം വന്നിട്ടില്ല. ഇനി മെല്ലെ ഇങ്ങനെ സെറ്റാക്കിയിട്ട് അങ്ങോട്ട് വിട്ടിട്ടുണ്ടായി. പക്ഷെ ഇതാ ഇടയിൽ വോയിസ് കൊടുക്കുന്നു. എല്ലാവർക്കും സുഖം തന്നെയാണ് കേട്ടോ അല്ലേ ചോദിക്ക്. അപ്പം മധു എല്ലാവർക്കും സുഖം തന്നെയാ എന്താ മധുവിൻ്റെ വീഡിയോയിൽ കാണുന്നത് ചോദിക്ക്. ഓക്കെ അപ്പം ഉമ്മ ചോദിക്കുന്നത്. അപ്പോൾ ആ ചോറും കറീൻ്റെ പണിയെല്ലാം കഴിഞ്ഞതിന് ശേഷമല്ലേ നമുക്ക് വൈകുന്നേരം ഗൾഫിലേക്കുള്ള ബീഫ് ഉണ്ടായി. അങ്ങനെ അതെല്ലാം റെഡി ആയിട്ട് ഞാൻ എന്നെ ഫ്രീസറിൽ കയറ്റാൻ വേണ്ടിയിട്ട് ഫുള്ള് മല്ലിച്ചപ്പല്ലോട്ട് മിക്സ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രീസറിൽ കട്ടാക്കിയിട്ട് കൊടുക്കണം. അപ്പോൾ ഓക്കെ ബൈ അസ്സലാമു അലൈക്കും.